നാം ചൊല്ലുന്നവയിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതാണ് നബിയുടെ മേലുള്ള സ്വലാത്ത്. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നത് ഇപ്രകാരമാണ്: അള്ളാഹുവും അവന്റെ മാലാഖമാരും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. ഈ വിധം അള്ളാഹുവും മാലാഖമാരും ചെയ്യുന്നു, അതിനാൽ നിങ്ങൾ ചെയ്യണം എന്ന് മറ്റൊന്നിനെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം സ്വലാത്തിന് ഈ വിധം പ്രാധാന്യം നൽകപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. ഇനി പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ചെയ്യുന്ന ഗുരുതരമായ തെറ്റുകളെ വഹിയിലൂടെ തിരുത്താൻ അവസരമില്ല. മറ്റു പലരെയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതിരുകവിഞ്ഞ് ഭാവിയിൽ അദ്ദേഹത്തെ ദൈവമായി കണ്ടേക്കാം. ആ സാധ്യത പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ സ്വലാത്തിന് കഴിയും. കാരണം അതിൽ പറയുന്നത്: അള്ളാഹുവെ, നീ പ്രവാചകനിൽ ഗുണം ചെയ്യണമേ. അള്ളാഹുവെ, നീ പ്രവാചകനിൽ അനുഗ്രഹം ചൊരിയണമേ. അള്ളാഹുവെ, നീ പ്രവാചകന് രക്ഷ നൽകണമേ എന്നെല്ലാമാണ്. ഇത് വ്യക്തമാക്കുന്നത് പ്രവാചകൻ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും ഗുണവും അനുഗ്രഹവും സദാ ആവശ്യമുള്ളവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. ആകയാൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും പ്രവാചകനെ ദൈവ പദവിയിലേക്ക് ഉയർത്തില്ല. മാത്രമല്ല